ഭാര്യയുടെ ധൂർത്ത് കാരണം കുടുംബം കടം കയറി താളം തെറ്റിയ ഒരു കുടുംബനാഥൻ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബം നശിക്കും. അത്രയും നാളും നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഉണ്ടായിരുന്ന കുടുംബനാഥൻ പെട്ടെന്ന് ഒരു ഇരുമ്പ് തണ്ട് അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു, ഈ കളി ഇനി ഇവിടെ നടക്കുകയില്ല, അനാവശ്യ ചെലവുകൾ ഇവിടെ സാധിക്കില്ല, ഇവിടെ ഇനിയും വരവ് ചെലവ് കണക്കുകൾ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നടക്കും, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. ഭാര്യയ്ക്ക് വേറെ പോകാൻ സ്ഥലമില്ല, അവള് ഭർത്താവിനെ അനുസരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ആ കുടുംബത്തിൻ്റെ താളം തട്ടിൽ മാറി നോർമലാകാനായിട്ട് തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത കൂട്ടുകാരനിരിക്കുകയാണ്. അവനിത് സഹിക്കുന്നില്ല, തുറന്നു പറയാനും പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ, നമ്മുടെ കുടുംബത്തിന് ഒരു അന്തസ്സ് വേണം. അന്തസ്സ് വേണമെങ്കിൽ ഒരു കടിക്കുന്ന പട്ടിയെയും ഒരു ഡ്യൂക്ക് ബൈക്കും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ പൈസ ഇല്ല. എടാ, ഒരു കുഴപ്പമില്ല, നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് പറഞ്ഞു. അവസാനം കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഡ്യൂക്ക് ബൈക്കും കടിക്കുന്ന പട്ടിയെയും മേടിച്ചു. ഇതേ അവസ്ഥയാണ് ഇപ്പം അമേരിക്കയുടെ. നിങ്ങൾക്കറിയാം, ട്രില്യൺസ് കടമുണ്ടായിരുന്ന അമേരിക്ക ട്രംപ് വന്നതിന് ശേഷമാണ് ഒത്തിരി കാര്യങ്ങളിൽ അവർ സാമ്പത്തിക ക്രമീകരണങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ശരാശരി കടം ഒക്കെ കുറയാനായിട്ട് തുടങ്ങി. ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലത്തു നിന്നും തലയൂരാൻ തുടങ്ങി. യുണൈറ്റഡ് നേഷൻസ്, WHO, IMFനെ തെറി പറയാൻ തുടങ്ങി, വേൾഡ് ബാങ്കിനെ തെറി പറയാൻ തുടങ്ങി. അങ്ങനെ അനാവശ്യമായ ഇടപാടുകളിൽ നിന്നെല്ലാം ട്രംപ് തലയൂരാനായിട്ട് ശ്രമിച്ചു. ഇതൊന്നും കൂട്ടുകാരന് സഹിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേലും എന്ന് പറഞ്ഞു, വാ നമുക്ക് ഇറാനെ അടിക്കാം. ട്രംപ് ആദ്യം പറഞ്ഞു വേണ്ട. അവസാനം സഹിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇറാനെ അടിക്കാനായിട്ട് പോയി. ഇത് തീക്കളിയാവുമെന്ന് മനസ്സിലാക്കി ട്രംപ് നൈസായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തലയൂരി. കൂട്ടുകാരൻ വീണ്ടും നിർബന്ധിച്ചു. നിർബന്ധം സഹിക്ക വയ്യാതായപ്പം വീണ്ടും ഇറാൻ എന്ന് പറയുന്ന തീക്കുണ്ടത്തിലേക്ക് അമേരിക്ക എടുത്ത് ചാടി. ചൂട് കഞ്ഞിപ്പാത്രത്തിൽ തലയിട്ടിട്ട് ഊരാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ അമേരിക്ക. അതായത് ഇവന്മാർ കവണ വെച്ച് ലോകത്തിലെ സുരക്ഷിതമായ F-35 ഒക്കെ അടിച്ചു വീഴ്ത്തുകയാണ്. ഇവർ നിസാര വിലയ്ക്ക് ഓലപ്പടക്കം എടുത്തെറിയുകയാണ്. ഇത് തടയാൻ വേണ്ടി ഇവന്മാർ മില്യൺസ് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിൻ്റെ പിടുത്തം ഇറാൻ്റെ കയ്യിലാണ്. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തെല്ലാം വലിയ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം എന്ന് പറയുന്നത് ഇതാണ്. ചരക്ക് ഗതാഗതം താറുമാറാവും. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമല്ല, ഇലുമിനാറ്റികളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള യുദ്ധമാണ്. മനുഷ്യൻ്റെ സേവിങ്സ് ഇല്ലാതാക്കുക, മനുഷ്യരെ പാപ്പരാക്കുക, മനുഷ്യനെ ആശ്രയത്വത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ അത് മനസ്സിലാവും. ലോകത്തുള്ള സകല മനുഷ്യരും ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പം യൂറോപ്പിൽ സമ്മറിലേക്ക് കടന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പ്രകൃതിവാതകത്തിൻ്റെ വില 30% യൂറോപ്പിൽ ഉയർന്നു എന്ന് പറയുമ്പോൾ അടുത്ത വിൻ്ററിൽ എന്ത് ചെയ്യും? മനുഷ്യൻ കൂടുതൽ പണം മുടക്കേണ്ടതായിട്ട് വരും. ആസ് എ ട്രക്ക് ഡ്രൈവർ എന്ന നിലയിൽ ഞങ്ങൾ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നിന്ന് പോകും. നമ്മൾ വലിയ പൈസ മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മനുഷ്യൻ്റെ സേവിങ്സ് പൂർണ്ണമായിട്ട് ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇലുമിനാറ്റികളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള യുദ്ധമാണ്. നമ്മൾ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഫൈറ്റാണ് കാണുന്നത്. എന്നാൽ ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ ഇവർ വലിയ സാമ്പത്തിക അട്ടിമറിയും ഒരു ഏകലോക ഭരണകൂടത്തിൻ്റെ
ക്രമീകരണവുമാണ് ഇവർ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നമ്മൾ ബാങ്കിൽ ഇടുന്ന പൈസ പോലും ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതമല്ല. ഇന്ത്യയിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് 10 ലക്ഷം തിരിച്ചു കിട്ടുമോ? 2020 മുമ്പ് നമുക്ക് 1 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. 2020 ശേഷമാണ് നിർമ്മല സീതാരാം അതൊരു 5 ലക്ഷമായിട്ട് ഉയർത്തുന്നത്. നിങ്ങളുടെ കയ്യിലൊരു 1 കോടി രൂപ ഒരു ബാങ്കിലിട്ടു, ആ ബാങ്ക് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആകെപ്പാടെ കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് വെറും 5 ലക്ഷം രൂപയാണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ കീഴിലാണ് ഇത് ലഭിക്കുക. ഇന്ത്യയിൽ 5 ലക്ഷം മാത്രമാണ്. എന്നാൽ അമേരിക്കയിൽ അവിടുത്തെ ഒരു ഡെപ്പോസിറ്ററിന് ഏതാണ്ട് $2,50,000 വരെ കവറേജ് കിട്ടും. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ 1 ലക്ഷം യൂറോ വരെ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുടെ കീഴിലുള്ള ഡിപ്പോസിറ്റേഴ്സിന് അങ്ങനെ കിട്ടും. അത് യൂറോപ്പിൽ ഓരോ രാജ്യങ്ങളുടെയും കപ്പാസിറ്റി അനുസരിച്ച് അത് വ്യത്യാസമാണ്. പക്ഷേ ഇന്ത്യയിൽ വെറും 5 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങളുടെ കവറേജ് എന്ന് പറയുന്നത്. അന്നേരം നമ്മളുടെ ആശ്രയം ഒന്നിലും വെച്ചിട്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾക്കറിയാം, കാലിഫോർണിയയിൽ വലിയ കാട്ടുതീ കഴിഞ്ഞ വർഷം വന്നു. ഒരു പ്രകൃതി ദുരന്തം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാലിഫോർണിയയിൽ ഈ സംഭവം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പലരുടെയും പോളിസികൾ റിന്യൂ ചെയ്യാതിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ നിബന്ധനകൾ അവർ മാറ്റി, അവരുടെ പ്രീമിയം അവർ കൂട്ടി. ജനങ്ങൾക്ക് ഇത് താങ്ങാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇൻഷുറൻസ് സ്വമേധയാ റിന്യൂ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചുഴലി വന്ന സമയത്ത് ഇതുപോലെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. എന്നാൽ ഇതൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇങ്ങനെ വരും എന്ന് മുൻകൂട്ടി കണ്ട ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ പോളിസികൾ, അവരുടെ നിബന്ധനകൾ റിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് അവർ മാറ്റിക്കളഞ്ഞു. അവരുടെ പ്രീമിയം അവർ വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയയിലും ഇത് തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ തെക്കൻ നഗരങ്ങൾ അവിടെ കാട്ടുതീയും മറ്റ് കുറേ കാര്യങ്ങളുമായിട്ട് കുറേ നാളുകളായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാർസിൽ ഈ ഭാഗങ്ങളിൽ അവിടെയും ഇൻഷുറൻസ് കമ്പനികൾ ഈ സെയിം തന്ത്രം പയറ്റി. ലോകത്തെല്ലായിടത്തും. അന്നേരം മനുഷ്യൻ്റെ സേവിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാകുന്നത്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഒരു തകർച്ചയെപ്പറ്റി ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 15%, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 21% അതിൻ്റെ ഷെയർ താഴെയാണ്. നമ്മൾ പറയും ഞങ്ങൾക്ക് HDFC ബാങ്കിൽ ഇതില്ല എന്ന് പറയും. നമ്മൾ ഏത് ബാങ്കിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും ഇവരെല്ലാം മറ്റു പല ബാങ്കുകളുടെ ഷെയർ ഹോൾഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ലാഭം എടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ റിസ്ക്കും അവരുടെ ലാഭവും ഒക്കെ കണക്ക് കൂട്ടിയിട്ടേ ഉള്ളൂ എല്ലാ കാര്യവും ചെയ്യുന്നത്. വല്ലപ്പോഴും ഒരു ഫ്ലൈറ്റ് റദ്ദായി കഴിഞ്ഞാൽ നമുക്ക് അവർ ഫുഡും ചിലപ്പോൾ റൂമിൽ തന്നിരിക്കും. സ്ഥിരമായിട്ട് ഫ്ലൈറ്റ് റദ്ദാകുക, സ്ഥിരമായിട്ട് അപകടങ്ങൾ സംഭവിക്കുക, യുദ്ധമുണ്ടാകുക, കലാമിറ്റികൾ ഉണ്ടാകുക, ഈ സമയത്തൊന്നും ഇതൊന്നും ആപ്ലിക്കബിളായിട്ട് വരത്തില്ല. മനുഷ്യൻ്റെ സേവിങ്സ് ഇല്ലാതെ പോകും. മനുഷ്യൻ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇലുമിനാറ്റികളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് ന്യൂ വേൾഡ് ഓർഡറിലേക്കുള്ള ഒരു ക്രമീകരണമാണ്. ലോകം മുഴുവൻ വിലക്കയറ്റം ഉണ്ടാകുക, മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാക്കുക, മനുഷ്യൻ കൂടുതൽ ആശ്രയത്വത്തിലേക്ക് കടന്നു പോവുക, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസിലേക്കും നോക്കിയിരിക്കുമ്പോൾ പുറകിൽ കൂടെ ആശാന്മാരെ ചരട് വലിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണ്. ഇതെല്ലാം നടന്നേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുകയും നമ്മൾ യേശുവായിലേക്ക് തിരിയുകയുമാണ് വേണ്ടത്. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. യേശുവായുടെ വരവിന് മുമ്പ് ഇവിടെ ഒരു ഏകലോക ഭരണകൂടം ഉണ്ടാകുമെന്നും അരാജകത്വത്തിൻ്റെ മനുഷ്യനായ എതിർ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നും
ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി നടന്നിരിക്കും. ബൈബിൾ പ്രവചനങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന അന്തിമ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ അവസാന മണിക്കൂറിലാണ്, അവസാന നാഴികയിലാണ്. പരമാവധി 7 വർഷം എന്ന് പറയുന്ന ഒരു ക്രമീകരണത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. അതുകൊണ്ട് യേശുവ വരാറായി എന്ന് നമ്മൾ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെയും നമ്മുടെ ചുറ്റിൽ കാണുന്ന കാര്യങ്ങളെയും മനസ്സിലാക്കി മാനസാന്തരപ്പെടുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് യേശുവ.